ജെറുസലേമിലെ ഹഡാസ മെഡിക്കൽ സെന്ററിൽ നടത്തിയ വിജയകരമായ പ്രോസ്റ്റേറ്റ് നീക്കം ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുഖം പ്രാപിച്ചുവെന്ന് മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. തീവ്രപരിചരണത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ഭൂഗർഭ ബങ്കർ വാർഡിലേക്ക് അദ്ദേഹത്തെ മാറ്റിയതായി അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ വസതിക്ക് തൊട്ടടുത്ത് വരെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലവിലെ സാഹചര്യം കണക്കാക്കി ഭൂഗർഭ ബങ്കറിൽ തന്നെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ മെഡിക്കൽ ടീം അടക്കം വലിയ രീതിയിലുള്ള സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. സങ്കീർണതകളില്ലാതെ ശസ്ത്രക്രിയ വിജയകരമായി അവസാനിച്ചെന്നാണ് PMO പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉണർന്നു, നല്ല നിലയിലാണ്, പൂർണ്ണമായും ബോധവാന്മാരാണ്. ആശുപത്രി കിടക്കയിൽ നിന്നും യുദ്ധമേഖലയിലെ മേധാവികളുമായി സംസാരിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. റിക്കവറി വാർഡിൽ അദ്ദേഹം ദിവസങ്ങളോളം നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരുമെന്നും പ്രതീക്ഷിക്കുന്നു. വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിന്റെ ആശുപത്രിക്ക് ചുറ്റുമായിട്ടും അതുപോലെ അദ്ദേഹത്തിനെ മാറ്റിയിട്ടുള്ള രഹസ്യ കേന്ദ്രത്തിന് ചുറ്റുമായിട്ടും ഇപ്പോൾ ഉള്ളത്. നടപടിക്രമത്തിനായി പ്രധാനമന്ത്രി പൂർണ്ണ അനസ്തേഷ്യയിലായിരുന്നു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ചയെ തുടർന്ന് മൂത്രനാളിയിൽ അണുബാധയുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഓപ്പറേഷൻ നടത്തിയത്. യുദ്ധസമയത്ത് റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നേരിടേണ്ടി വരുമെന്ന ഭയത്തിനിടയിലാണ് റിക്കവറി വാർഡിൽ അദ്ദേഹത്തെ ദിവസങ്ങളോളം നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരുമെന്ന് ഡോക്ടർമാരുടെ സംഘം വിലയിരുത്തിയിരിക്കുന്നത്. നടപടിക്രമത്തിനായി പ്രധാനമന്ത്രി പൂർണ്ണ അനസ്തേഷ്യയിലായിരുന്നു എന്നും ഒരു വീഡിയോ പ്രസ്താവനയിൽ ഹഡാസ മെഡിക്കൽ സെന്റർ സംഘം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇത് ക്യാൻസറോ മറ്റൊന്നും അത്തരത്തിലൊരു സംശയവും വേണ്ട എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ 2 മണിക്കൂറോളം നീണ്ടുനിന്ന നെതന്യാഹുവിന്റെ ഓപ്പറേഷൻ നടത്തിയ സർജന്മാരുടെ സംഘത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഹഡാഷ മെഡിക്കൽ സെന്ററിലെ സീനിയർ യൂറോളജിസ്റ്റ് എഹൂദ് ഗൻസിൻ, ഐൻ കെറമിന്റെ എൻഡോളജി യൂണിറ്റ് മേധാവി പ്രൊഫസർ മോർദേച്ചായ് ദുവ്ദേനി എന്നിവരുൾപ്പെടെയുള്ള ഒരു വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത്. നടപടിക്രമത്തിനിടെ നീതിന്യായ മന്ത്രി യാരിവ് ലെവിനും താൽക്കാലികമായി ആക്ടിംഗ് പ്രീമിയറായി നിയമിക്കുമെന്നും ആവശ്യമെങ്കിൽ സുരക്ഷാ ക്യാബിനറ്റ് വിളിക്കാൻ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന് അധികാരമുണ്ടെന്നും ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം ഓപ്പറേഷന് പോകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഭരണമാറ്റം ആർക്കും നൽകുന്നില്ല എന്നും പറഞ്ഞിരുന്നു. സമീപ വർഷങ്ങളിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട നെതന്യാഹു ആരോഗ്യവാനും ഊർജ്ജസ്വലനുമായ ഒരു നേതാവെന്ന നിലയിൽ സ്വയം ഒരു പൊതു പ്രതിച്ഛായ ഉയർത്താൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം വിചാരണയ്ക്കിടെ 18 മണിക്കൂർ ജോലി ചെയ്യുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ കാലം സേവിച്ച നേതാവെന്ന നിലയിൽ മൊത്തം 17 വർഷത്തെ ഭരണത്തിൽ ഇത്രയും കഠിനമായ ജോലിഭാരം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. 75 വയസ്സുള്ള നെതന്യാഹു, US പ്രസിഡന്റ് ജോ ബൈഡൻ 82, നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 78, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ 79, പോപ്പ് ഫ്രാൻസിസ് 88 എന്നിവരുൾപ്പെടെ പ്രായമായ ലോക നേതാക്കളിൽ ഉൾപ്പെടുന്നവരാണ്.